ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മണ്ഡലപൂജ നടക്കുക. 9:50-ന് ഹരിവരാസനം പാടി 10-ന് നട അടയ്ക്കുന്നതോടെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും. ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുക. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തിയാവുകയാണെന്ന് ശബരിമല സന്നിധാനം ഇന്ന് മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളിൽ തയ്യാറെടുപ്പുകളിൽ അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ്. രാവിലെ തിരക്ക് ശരാശരിയാണ്, തിരക്ക് കൂടുതലില്ല, കുറവുമില്ല. ഭക്തജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള ദർശനം രാവിലെ സാധ്യമാകുന്നുണ്ട്. ഫ്ലൈ ഓവർ എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. 18-ാം പടി സാവധാനം കയറി സുഗമമായ ദർശനത്തിലൂടെ ഫ്ലൈ ഓവർ കൂടാതെ നേരെ ദർശനം സാധ്യമാകുന്ന അന്തരീക്ഷമാണ് ഇന്ന് ഉള്ളത്. രാവിലെ പുലർച്ചെയുള്ള സമയത്ത് തിരക്ക് ഉണ്ടായിരുന്നുവെങ്കിലും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തിരക്ക് കുറഞ്ഞു വരികയാണ്. ഇന്നും നിയന്ത്രണമുണ്ട്. ഇന്ന് 60,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം സ്പോട്ട് ബുക്കിങ്ങിലും 50,000 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12-നും 12:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് മണ്ഡലപൂജ നടക്കുന്ന സമയത്ത് പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. 12:30-ക്ക് ശേഷമുള്ള സമയത്താണ് പിന്നീട് ഭക്തജനങ്ങൾക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. രാത്രി 7 മണിക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് മല കയറുന്നതിനുള്ള അനുവാദവുമില്ല. ഇന്ന് രാത്രി 9:50-ന് ഹരിവരാസനം പാടി 10 മണിയോടെ നടയടയ്ക്കും. 41 ദിവസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ നാളുകൾക്ക് മണ്ഡലകാലത്തിന് സമാപനമാകും. ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്കാണ് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് നട തുറക്കുക. ഇനി മകരവിളക്ക് മഹോത്സവത്തിൻ്റെ നാളുകൾക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. രാവിലെ 3 മണിക്ക് പതിവ് പോലെ തന്നെ നട തുറന്നു. നിർമ്മാല ദർശനം, മഹാഗണപതി ഹോമം, നെയ്യഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ. നെയ്യഭിഷേകം രാവിലെ 11 മണി വരെയാണ് ഇന്ന് ഉള്ളത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 3 മണിക്ക് നട തുറക്കും. 6:30-ക്ക് ദീപാരാധന. ഇതിനിടയിലാണ് വിശിഷ്ടമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമേറിയ മണ്ഡലപൂജ നടക്കുന്നത്. ഉച്ചയ്ക്ക് 12-നും 12:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന മണ്ഡലപൂജ, വിശിഷ്ടമായിട്ടുള്ള മണ്ഡലപൂജ, ഈ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജ ഉച്ചയ്ക്ക് 12-നും 12:30-ക്കും ഇടയിൽ നടക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്ലൈ ഓവറുകളൊക്കെ ദൃശ്യങ്ങളിൽ കാണാം, ഒഴിഞ്ഞ് കിടക്കുകയാണ്. വലിയ തിരക്കില്ല. രാവിലെ സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് വളരെ സാവധാനത്തിൽ 18-ാം പടി കയറി 18-ാം പടി തൊഴുത് വണങ്ങി കയറുന്നതിനുള്ള അവസരങ്ങളൊക്കെ അപൂർവമായി മാത്രമേ ഭക്തജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആ അവസരം ഇന്ന് രാവിലെയുണ്ട്, പുലർക്കാലത്തുണ്ട്. 18-ാം പടി കയറി സാവധാനം തന്നെ വളരെ വേഗത്തിൽ തന്നെ ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായി മാറുകയാണ് ഇന്ന്. തിരക്ക് തന്നെ കുറവാണ്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് കൂടിയാണ്. 60,000 പേർക്ക് മാത്രം വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ടും കൂടിയാണ് വരും മണിക്കൂറുകളിലും തിരക്ക് കുറയുന്നതിനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ പതിവ് പൂജാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സന്നിധാനത്ത്. രാത്രി 9:50-ന് സാധാരണ ദിവസങ്ങളിലെ തിരക്കുള്ള മറ്റ് ദിവസങ്ങളിലേതിന് വ്യത്യസ്തമായിട്ട് 9:50-ന് ഇന്ന് ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കുന്നതോടെ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയ ഇത്തവണത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകുന്നു. ഇനി മകരവിളക്ക് തീർത്ഥാടനത്തിനായുള്ള മകരവിളക്ക് മഹോത്സവത്തിനായിട്ടുള്ള ദിവസങ്ങൾക്കായുള്ള കാത്തിരിപ്പ്. ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കുന്നു. ജനുവരി 14-ന് ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവം, മകരജ്യോതി ദർശനത്തിനുമൊക്കെ ആയിട്ടുള്ള ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് ഇനി ഉള്ളത്. രോഹിണി. അതെ, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തങ്കയങ്കി ചാർത്തിയ അയ്യനെ കണ്ടു തൊഴുന്നതിനായി ഇന്നലെ ദീപാരാധന സമയം മുതൽ തന്നെ ഭക്തജന പ്രവാഹമാണ്. 2 ദിവസങ്ങളിലും വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിരുന്നു. ആ ക്രമീകരണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഭക്തരെ കടത്തിവിടുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള തിക്കും തിരക്കും അനുഭവപ്പെടുന്നില്ല. ക്യൂ സംവിധാനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയല്ലേ കാണാൻ സാധിക്കുന്നത്. രോഹിണി, എൻ്റെ പിന്നിൽ കാണാം, വളരെ സാവധാനത്തിൽ തന്നെയാണ് 18-ാം പടി കയറി ഭക്തജനങ്ങൾ കയറി വരുന്നത്. 18-ാം പടി കയറി ദർശനത്തിന് വേണ്ടി ദർശനം സാധ്യമാകുന്നത്. ഇത് അപൂർവമായി മാത്രമേ പല ദിവസങ്ങളിലും സാധ്യമാകുകയുള്ളൂ. ഇങ്ങനെ വളരെ സാവധാനം 18-ാം പടി തൊഴുത് വണങ്ങിയുമൊക്കെ കയറുന്നതിനുള്ള ഒരു അവസരം ഭക്തജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വളരെ സാവധാനത്തിൽ 18-ാം പടി കയറി ഒപ്പം നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലുകളിലും വലിയ തിരക്കില്ല. ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇന്നില്ല. വളരെ സാവധാനത്തിൽ 18-ാം പടി കയറി ഒപ്പം വളരെ വേഗത്തിൽ തന്നെ ദർശനം സാധ്യമാക്കി മടങ്ങുന്ന
കാണുന്നതിനുള്ള അവസരമാണ് ഇന്ന് ഉള്ളത്. ഈ 60,000 പേരൊക്കെ ആയിട്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒക്കെ നിജപ്പെടുത്തിയ സാഹചര്യം, ഒപ്പം 5,000 പേർക്ക് മാത്രമായി സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്ന സാഹചര്യം, അങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ രീതിയിലുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാത്തത്. വെർച്വൽ ക്യൂ ബുക്കിങ്ങിലും ഒക്കെയുള്ള ആ നിയന്ത്രണം, ഒപ്പം 12-നും 12:30-ക്കും മണ്ഡലപൂജ നടക്കുന്ന വിശിഷ്ടമായിട്ടുള്ള മണ്ഡലപൂജ നടക്കുന്ന ഉച്ചയ്ക്ക് 12-നും 12:30-ക്കും ഇടയ്ക്ക് പമ്പയിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ഇന്ന് പ്രവേശനവുമില്ല. 12:30-ക്ക് ശേഷമുള്ള സമയത്ത് മാത്രം ഭക്തജനങ്ങളെ പമ്പയിൽ നിന്നും കടത്തിവിടുകയുമുള്ളൂ. 7 മണിക്ക് മുൻപായിട്ട് ഭക്തജനങ്ങൾ പമ്പയിൽ എത്തുകയും വേണം. 7 മണിക്ക് ശേഷം മല കയറുന്നതിനുള്ള അവസരവുമില്ല. 9:50 കരിവരാസനം പാടി 10 മണിയോടുകൂടി നടയും അടയ്ക്കും. അതിനാൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നില്ല. പുലർക്കാലത്ത് തിരക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വൈകിയുമൊക്കെ എത്തിയ ഭക്തജനങ്ങളുടെ തിരക്ക് ഇന്ന് പുലർക്കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നലെയും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെയും 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്ത് പമ്പയിൽ നിന്നും ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ ഇന്നലെ രാത്രി വൈകിയൊക്കെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു. പുലർക്കാലത്തും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ദർശനം വളരെ വേഗത്തിൽ തന്നെ സാധ്യമായി. പമ്പയിലേക്ക് ഭക്തജനങ്ങൾ മടങ്ങുന്നത് കൊണ്ടും, ഒപ്പം തന്നെ ഇന്ന് ക്രമീകരണങ്ങളിൽ നിയന്ത്രണങ്ങളൊക്കെ ഭക്തജനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടുമൊക്കെ രാവിലെ ഈ സമയത്ത് തിരക്ക് തീരെ കുറവാണ്, നന്നേ കുറവാണ് എന്ന് തന്നെ പറയാം. ഫ്ലൈ ഓവറൊക്കെ കാലിയായി കിടക്കുന്ന കാഴ്ച തന്നെയാണ്. ഫ്ലൈ ഓവർ വളരെ പരിമിതപ്പെട്ട് ഭക്തജനങ്ങളാൽ പരിമിതമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഈ സോപാനത്തോട് അടുത്ത ഘട്ടത്തിലെത്തുമ്പോഴാണ് ഫ്ലൈ ഓവറിന് താഴെ വലിയ ചെറിയ രീതിയിലെങ്കിലും തിരക്ക് ഉള്ളത്. 18-ാം പടിക്ക് മുകളിലുള്ള ഫ്ലൈ ഓവർ ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. വളരെ സാവധാനം തന്നെ ഭക്തജനങ്ങൾക്ക് സോപാനത്തിന് അടുത്തേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം, ശ്രീകോവിലിനടുത്തേക്ക് എത്തി അയ്യപ്പ ഭഗവാനെ സുഗമമായി തന്നെ ദർശിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഇന്ന് സന്നിധാനത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. രാവിലെ തിരക്ക് ഇനിയുള്ള മണിക്കൂറുകളിലും ഇങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയുമാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഉച്ചപൂജ നടക്കുകയാണ്, നട അടച്ചിരിക്കുകയാണ്. അതിൻ്റെ തിരക്കാണ് ശ്രീകോവിലിന് സമീപത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഭക്തജനങ്ങൾ കാത്ത് നിൽക്കുന്നു. താഴെ നടപ്പന്തലിലായാലും സമാനമായ അവസ്ഥ തന്നെയാണ്. വലിയ തിരക്കില്ല. കൂടുതൽ സമയം കാത്തിരിക്കാതെ തന്നെ ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറുവാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ സമയം അവിടെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇന്ന് രാവിലെ പുലർക്കാലത്തിന് ശേഷമുള്ള കുറച്ച് സമയത്ത്, 7 മണിക്ക് ശേഷമുള്ള സമയത്ത് അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. 9:50-ന് ഹരിവരാസനം പാടി 10 മണിയോടുകൂടി നടയടയ്ക്കും. 10 മണിക്ക് മുൻപ് തന്നെ ഭക്തജനങ്ങൾ എത്തി, പരമാവധി നേരത്തെ തന്നെ എത്തി അയ്യപ്പ ഭഗവാനെ ഇന്ന് ഈ 41 ദിവസം മണ്ഡലപൂജ പൂർത്തിയാക്കുന്ന ഇന്നത്തെ ദിവസം നേരത്തെ തന്നെ എത്തുന്നതിനുള്ള ക്രമീകരണങ്ങളായിരിക്കാം ഭക്തജനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വരും മണിക്കൂറുകളിലും ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തും തിരക്ക് കുറയുന്നതിനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ ദീപാരാധനയ്ക്കു ശേഷവും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. തങ്കയങ്കി വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടിയൊക്കെ ഭക്തജനങ്ങൾ കാത്തുനിന്ന് 5 മണി വരെയുള്ള സമയത്ത് ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറുന്നതിനുള്ള ദീപാരാധനയ്ക്ക് മുൻപുള്ള സമയത്ത് 6:30-ക്ക് മുൻപ് ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറുന്നതിനുള്ള സൗകര്യം ഇന്നലെ ഉണ്ടായിരുന്നില്ല, അനുവാദം ഉണ്ടായിരുന്നില്ല. 6:40-ന് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു ഇന്നലെ ഭക്തജനങ്ങളെ 18-ാം പടി കയറാൻ അനുവദിച്ചത്. അതുകൊണ്ടൊക്കെ രാത്രി വൈകിയും നല്ല തിരക്ക് ഉണ്ടായിരുന്നു. തുടരുന്ന പമ്പയിലേക്ക് മടങ്ങാതെ ദർശനം പൂർത്തിയാക്കി തുടരുന്ന ഭക്തജനങ്ങളുടെയും വലിയ ബാഹുല്യം ഇന്നലെ സന്നിധാനത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. രാവിലെ ദർശനം പൂർത്തിയാക്കി സന്നിധാനത്ത് തങ്ങുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ട്. ദർശനം പൂർത്തിയാക്കി തന്നെ മുഴുവൻ ഭക്തജനങ്ങളും പമ്പയിലേക്ക് തന്നെ മടങ്ങുകയാണ് വളരെ വേഗത്തിൽ തന്നെ. അതുകൊണ്ട് സന്നിധാനത്ത് തിരക്കിൻ്റെ സാഹചര്യം, തിരക്ക് ഉള്ള അവസ്ഥ ഇല്ല. മുഴുവൻ ഭക്തജനങ്ങൾക്കും സുഗമമായിട്ടുള്ള ഒരു ദർശനം സാധ്യമാകുന്ന, വളരെ വേഗത്തിൽ ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായിട്ട് മാറുകയാണ് ഇനിയുള്ളത്. മകരവിളക്കിൻ്റെ നാളുകൾക്കായിട്ടുള്ള മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ നാളുകളാണ്. മകരജ്യോതി, അയ്യപ്പ ഭഗവാന്റെ മകരജ്യോതി ദർശിക്കുന്നതിനുമൊക്കെയുള്ള കാത്തിരിപ്പിൻ്റെ നാളുകളാണ്. ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കുന്നു. ജനുവരി 14 വരെയുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. മണ്ഡലകാലത്ത് തിരക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ് ഇത്തവണ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മകരവിളക്ക് മഹോത്സവ കാലത്തും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടും. കൂടുതൽ ഭക്തജനങ്ങൾ മണ്ഡല മകരവിളക്ക് കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഒരു സമയവും മകരവിളക്ക് സമയമാണ്. ഇപ്പോൾ ഉഷപൂജ കഴിഞ്ഞതിന് ശേഷമുള്ള ശരണം വിളികളാണ് കേൾക്കുന്നത്. നട തുറന്നിരിക്കുകയാണ്. അല്പസമയം നട അടച്ചിരിക്കുകയാണ്. ഉഷപൂജയ്ക്ക് വേണ്ടി, ചടങ്ങുകൾക്ക് വേണ്ടി നട അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ നട തുറന്നിട്ടുണ്ട്. ശരണം വിളികളാണ് മുഴങ്ങുന്നത്. നട തുറന്നപ്പോഴുള്ള പ്രാർത്ഥന മുഖരിതമായിട്ടുള്ള, ശരണം വിളികളാൽ മുഖരിതമായിട്ടുള്ള അന്തരീക്ഷമാണ് രാവിലെ. ഇനി വളരെ വേഗത്തിൽ തന്നെ അല്പസമയം നട
അടച്ചിരുന്നു ചടങ്ങുകൾക്ക് വേണ്ടി. ഇനി വളരെ വേഗത്തിൽ തന്നെ ഈ ക്യൂ മുന്നോട്ട് പോകും. പിന്നീട് 18ാം പടി കയറി ഈ ഫ്ലൈ ഓവർ കയറാതെ തന്നെ ഭക്തജനങ്ങളെ നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിക്കുന്ന സംവിധാനം ആയിരിക്കും ഉണ്ടാവുക. കാരണം ഈ നട അടയ്ക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്തും അത്തരത്തിൽ തന്നെയായിരുന്നു. ഫ്ലൈ ഓവർ കടക്കാതെ തന്നെ ഭക്തജനങ്ങൾക്ക് ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തി ദർശനം സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇനിയും മുന്നോട്ട് പോകാനുള്ള അവസ്ഥ തന്നെയാണ്, ക്രമീകരണങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ തിരക്ക് കുറവുള്ള അന്തരീക്ഷമായതുകൊണ്ട് തന്നെ എന്തായാലും ഇനി ഉള്ള ദിവസങ്ങൾ ഡിസംബർ 30 വേണ്ടി മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി നട തുറക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് പിന്നീട് ജനുവരി 14 മകരവിളക്ക് മഹോത്സവം മകരജ്യോതിയുമൊക്കെ ദർശിക്കുന്നതിനുള്ള സാഹചര്യം, അതിനൊക്കെ വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ വലിയ കാത്തിരിപ്പിൻ്റെ നാളുകളാണ് ഇനി ഉള്ളത്. മകരവിളക്ക് മഹോത്സവ കാലത്തും വലിയ തിരക്ക് അനുഭവപ്പെടും. സാധാരണഗതിയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് മകരവിളക്ക് കാലത്താണ് വലിയ രീതിയിലുള്ള തിരക്ക് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത്. അത്തരത്തിലുള്ള ഇതുവരെ മുന്നോട്ട് തീർത്ഥാടന കാലത്ത് മകരവിളക്ക് മണ്ഡലകാലത്ത് ക്രമീകരിച്ച അതേ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെ മകരവിളക്ക് കാലത്തും തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനും മറ്റുമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12നും 12:30ക്കും ഇടയ്ക്ക് പമ്പയിൽ നിന്ന് ഭക്തർക്ക് പ്രവേശനമില്ല. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഒന്ന്. ഒപ്പം വെർച്വൽ ബുക്കിങ്ങിലുള്ള നിയന്ത്രണം. രാത്രി 7 മണിക്ക് ശേഷം മല കയറാനുള്ള അനുവാദം ഭക്തർക്കില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇന്ന് എടുത്തു പറയാനുള്ളത്. ഒപ്പം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും എന്നുള്ളതുമാണ്. 10:50 സാധാരണ തിരക്കുള്ള ദിവസങ്ങളിൽ ഹരിവരാസനം പാടുക, സാധാരണ ദിവസങ്ങളിൽ ഹരിവരാസനം പാടുക. ഇന്ന് 9:50 ഹരിവരാസനം പാടി 10 മണിയോടുകൂടി നടയടയ്ക്കും. ഇങ്ങനെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഇന്നത്തേത്. വിശിഷ്ടമായിട്ടുള്ള മണ്ഡലപൂജ തൊഴുന്നതിനും മണ്ഡലപൂജ ദർശിക്കുന്നതിനൊക്കെയുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ദിവസം, ആ ദിവസത്തെ സന്നിധാനത്തെ ഭക്തി മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടി ശരണം വിളികൾ ഉഴങ്ങുന്ന ആ അന്തരീക്ഷത്തിൽ കൂടി അയ്യപ്പ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ 41 ദിവസം പൂർത്തിയാക്കിയുള്ള മണ്ഡലപൂജയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ആ ദിവസത്തിൻ്റെ വിശിഷ്ടമായിട്ടുള്ള ദിവസത്തിൻ്റെ കാഴ്ചകൾ, അത് ഏറ്റവും ഭക്തി നിർഭരം തന്നെയാണ്. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ദിവസത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. 12നും 12:30ക്കും ഇടയ്ക്ക് തന്ത്രി കണ്ഠര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മണ്ഡലപൂജ നടക്കുന്നു. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തിയുമാകുന്നു. ഇനി മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ പുണ്യ ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, മകരവിളക്കും മകരജ്യോതി തൊഴുത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിൻ്റെ നാളുകളാണ് ഇനി ഉള്ളത്. രോഹിണി. ശരി നിധൻ.